ജില്ലാ ജഡ്ജിയുടെ ലൈംഗിക പീഡനത്തിനെ തുടർന്ന് തന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന അപേക്ഷയുമായി മജിസ്ട്രേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സർ, ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഇത് വളരെ വേദനാകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇന്ത്യയിലെ സ്ത്രീയുടെ നിലവിളിയാണ് നമ്മൾ അവിടെ കേട്ടത്. അത് പ്രത്യേകിച്ച് ഒരു ജഡ്ജിക്ക് പോലും ഇവിടെ ജീവിക്കാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ, ഇത്തരത്തിൽ ഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ഇരയാവുന്ന അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ, ഉത്തർപ്രദേശിലുണ്ടെങ്കിൽ, കേരളത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ, അത് വളരെ ഗുരുതരമാണ്. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം കോടതിയാണ് നമ്മുടെ അവസാന ആശ്രയം എന്ന് പറയും. എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും രാഷ്ട്രീയമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലൊക്കെ അപരിഹാര്യമായി കിടക്കുന്നു എന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന കോടതിയിലേക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം പോലും യഥാർത്ഥത്തിൽ കോടതിയിലാണ്. പക്ഷേ ആ കോടതിയിൽ സ്ത്രീകൾക്ക് രക്ഷയില്ല, കോടതിയിൽ മജിസ്ട്രേറ്റിന് പോലും രക്ഷയില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ അമ്പരപ്പിക്കുന്നതായിട്ടുള്ള, അതുപോലെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. 2022 ഇവര് അലഹാബാദ് ഹൈക്കോടതിക്കും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജഡ്ജിക്കും പരാതി നൽകിയിട്ട് 6 മാസത്തിന് ശേഷമാണ് ഇതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചത്. എന്തൊരു അവസ്ഥയാണത്? അല്ല, ഇത് സ്ത്രീകളോട് പൊതുവെ നമ്മൾ സ്വീകരിക്കുന്നതായിട്ടുള്ള സമീപനത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മുൻപ് ചീഫ് ജസ്റ്റിസിനെതിരെ പോലും ഒരു സ്ത്രീ ഇതേപോലെ തന്നെ ലൈംഗികമായിട്ട് പീഡിക്കപ്പെട്ടു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടു. പക്ഷേ അതിന് സുതാര്യമായൊരു മറുപടി യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ആരും അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം മാത്രമല്ല, ലോക സമൂഹം എന്ന് പറയുന്നത് പുരുഷാധിപത്യ സമൂഹമാണ്. എവിടെയും നീതി എന്ന് പറയുന്നത് പുരുഷന് മതി, സ്ത്രീക്ക് വേണ്ട എന്നുള്ളതാണ്. അതിനെതിരെ വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളാണ് ലോകത്ത് പലയിടങ്ങളിലുമായിട്ട് പല കാര്യങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അറിയാം, വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ നടത്തിയായിട്ടുള്ള പോരാട്ടം മുതൽ ഇപ്പോൾ സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയുള്ളതായിട്ടുള്ള പോരാട്ടം അതിശക്തമായിട്ട് വളർന്നു വരികയും അങ്ങനെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെ രൂപപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ പഴയതുപോലെ തന്നെയാണ്, അല്ലേ? അതിൽ നിന്നൊരു വ്യത്യാസമില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്ന് മാത്രമാണ്. നീതി വലിയ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് സ്ത്രീകളിലേക്ക് എത്തിച്ചേരുകയും എന്നാൽ പിന്നീട് വീണ്ടും സ്ത്രീകളെ പഴയതുപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ, അധസ്ഥിതാവസ്ഥയിൽ, പീഡിതാവസ്ഥയിൽ കിടക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. സ്ത്രീ അങ്ങനെ ആയിരിക്കണം. സ്ത്രീ പുരുഷൻ പറഞ്ഞതിനെ കേട്ടാൽ മതി. അത് ജഡ്ജി ആയാലും അങ്ങനെ തന്നെ, ഒരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. ജഡ്ജിക്ക് പോലും നീതി കിട്ടുന്നില്ലേ, പിന്നെ സാധാരണ സ്ത്രീകളുടെ കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ യു പിയിൽ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ളതായിട്ടുള്ള സ്ത്രീയെ പീഡിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നിർഭയ കേസിൻ്റെ ആവർത്തനം എത്രയോ ശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ സമൂഹം പ്രതികരിച്ചാണ്, അല്ലെ? ഭാരതം മുഴുവൻ അതിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയാണ്. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇത് ഒരു പാഠമായി തീരുമെന്നും മേലാൽ ഇത് ആവർത്തിക്കപ്പെടുകയില്ല എന്നുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റാതെ വരുന്ന തീവണ്ടിയെ പോലെ ഇത് നിരന്തരമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഇടവേളകൾ ഉണ്ടാകാം എന്ന് മാത്രം. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയില്ലെങ്കിൽ ഇതൊരിക്കലും മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഇതിനെ സഹായകരമായി തീരും. പക്ഷേ നിയമ നടപടികൾ എടുക്കേണ്ടതായിട്ടുള്ള കോടതികൾ തന്നെ ചിതലരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സംഭവം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതെ, നമ്മളെപ്പോലുള്ള ജനങ്ങൾ കോടതിയിലും ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും ഒക്കെ ആശ്രയിച്ച് അവരിൽ തന്നെ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അപ്പം ന്യായാധിപർക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു, അതും ജഡ്ജിക്ക് നീതി അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു കേസിലും നീതി ലഭിക്കത്തില്ല, അല്ലേ സാർ? അല്ല, നീതി മനുഷ്യന് ലഭ്യമല്ലാത്തതായിട്ടുള്ള അന്തരീക്ഷമാണ് കൂടുതൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ചില ആളുകൾക്ക് നീതി ലഭിക്കുന്നു എന്നല്ലാതെ സർവ്വർക്കും നീതി ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു പ്രത്യാശയായിട്ട് നിലനിർത്താം എന്നുള്ളതാണ്. പക്ഷേ കോടതികൾ ഒരിക്കലും ഇങ്ങനെ ആകാൻ പാടില്ല. കോടതികൾ പോലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യന് പ്രതീക്ഷിക്കാൻ പോലുമുള്ളതായിട്ടുള്ള അവകാശം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാത്തിൻ്റെ അവസാന ആശ്രയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോടതിയാണ്. നമ്മളുടെ ഭരണഘടന, നമ്മുടെ സംവിധാനങ്ങൾ, അത് മുഴുവനും കോടതിയിലാണ് നമ്മൾ അർപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ മനുഷ്യാവകാശ ലംഘനങ്ങളോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സോ ഒക്കെ ലംഘിക്കപ്പെട്ടാൽ അത് നമുക്ക്
നൽകാനായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണഘടന സ്ഥാപിച്ചിരിക്കുന്നത് കോടതിയിലാണ്. കോടതി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെ നിന്നാണ് നീതി ലഭിക്കാൻ? അസാധ്യമാണ് എന്നാണ് അത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരുപാട് കേസുകളിൽ നമുക്ക് കോടതി വിധി ഒട്ടും തൃപ്തികരമല്ല അല്ലേ? കഴിഞ്ഞ ദിവസം ഉണ്ടായ കുഞ്ഞിന്റെ കേസിൽ ആ പ്രതിയെ വെറുതെ വിട്ടു. ഇനി അയാളല്ല പ്രതിയെന്നിരിക്കട്ടെ, അപ്പോൾ യഥാർത്ഥ പ്രതി എവിടെ? അല്ല, വണ്ടിപ്പെരിയാർ കേസിൽ എനിക്ക് തോന്നുന്നത് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടില്ലായിരിക്കാം. ചില സൂക്ഷ്മാംശങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് തെളിവുകളില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ഒരു ജഡ്ജിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? ഈ ഇത്തരം കുറ്റവാളികൾക്കെതിരെ മനസ്സ് തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിരിക്കണം. അതോടൊപ്പം തന്നെ അതിനെ ഒരു അമ്മ മനസ്സുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാനായിട്ട് പറ്റില്ല തൻ്റെ കുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത്. അമ്മമാർക്ക് മാത്രമാണ് അത് അസഹനീയമായി തീരുന്നത്. ആ ഒരു മനസ്സ് വിധി പറയാനിരിക്കുന്നതായിട്ടുള്ള ജഡ്ജിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇതേപോലെ അവസാനിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും അയാൾക്ക് വധശിക്ഷ കൊടുക്കേണ്ടതാണ്. ആ വധശിക്ഷ കൊടുക്കുന്നതിന് ജഡ്ജിയുടെ പേനത്തും ബന്ധുകൊണ്ട് അനങ്ങിയില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അമ്മയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരമ്മ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ശിക്ഷ വിധിക്കുമായിരുന്നു. പിന്നീട് അവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് പ്രതികൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കട്ടെ. ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഇരകൾക്കെതിരായിട്ടുള്ളൊരു മനസ്സാണ് ജഡ്ജിയുടെ മനസ്സെന്ന് പറയുന്നത്. അത് പാടില്ല എന്നുള്ളതാണ്. പ്രതിക്കെതിരായിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഇരയുടെ ഒപ്പം നിൽക്കുന്ന മനസ്സുണ്ടായിരിക്കണം. ഇരയെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി ലഭിക്കുന്ന തരത്തിലേക്ക് ചിന്തിക്കുന്ന മനസ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇതുപോലെ നമ്മൾ ഞെട്ടിയതും നമ്മൾ സങ്കടപ്പെട്ടതും നമ്മൾ പൊട്ടിത്തെറിച്ചുമായിരുന്നു പണ്ട് ഗോവിന്ദചാമി എന്ന് പറയുന്ന കുറ്റവാളിക്കെതിരെ വിധി പ്രസ്താവിച്ച സമയത്ത്. ഇപ്പം ജഡ്ജിമാർക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല സമൂഹം? ജഡ്ജിമാർ പോലീസിനെതിരെയും ഭരണകൂടത്തിനെതിരെയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു കേന്ദ്രമാണ് ജഡ്ജിമാർ, കോടതി. അത് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ കാണുന്ന അതാണ്. കോടതികൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല? കണ്ണു തുറക്കാത്ത ഒരു ദൈവമായിട്ടാണ് നമ്മളിപ്പോഴും കോടതിയെ കണക്കാക്കുന്നത്. അതെ, തെളിവുകൾ എന്ന് മാത്രമാണ് അവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെളിവുകൾക്ക് ഇവർക്ക് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് തെളിവുകളുണ്ട്. ആ സൂക്ഷ്മ പരിശോധനയാണ് അവർ നഷ്ടപ്പെടുന്നുണ്ട്. ജഡ്ജി ഇരിക്കുന്നത് തന്നെ ഇവനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ്. ഈ പീഡകനും തെമ്മാടിയുമായിട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകമായിട്ടുള്ള മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സിന് ചോരമണമുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതാണ് തിരുത്തപ്പെടേണ്ടത്. ജഡ്ജിമാർക്ക് മനുഷ്യത്വം ഉണ്ടാകുകയും ജഡ്ജിമാർ മനുഷ്യനോടൊപ്പം നിൽക്കുകയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പീഡനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ കർശനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരിക്കണം. സ്ത്രീകൾക്കെതിരെ ഉയരുന്ന കൈകൾ വെട്ടിമാറ്റണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവർക്കുണ്ടെങ്കിൽ ഈ നമ്മുടെ ജഡ്ജിക്ക് എതിരെ വന്നിരിക്കുന്നതായിട്ടുള്ള ആ പ്രശ്നത്തിൽ കോടതിയുടെ തീരുമാനം ഇങ്ങനെ ആകുമായിരുന്നില്ല അല്ലേ? മജിസ്ട്രേറ്റ് കൊടുത്തിരിക്കുന്ന പരാതി പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. 6 മാസമായിട്ട് അവരെ വീണ്ടും നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നു. ഇപ്പോൾ അവർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയാണ്, എന്നെ മരിക്കാൻ അനുവദിക്കുക, അന്തസ്സോടുകൂടി മരിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. വേല് തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ ഒരു ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാർ. അതെ, വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ എത്രയോ പ്രാവശ്യം പറയാറുള്ളത്. പോലീസുകാർ പല സമയത്തും ഇത്തരത്തിൽ പീഡകർക്കൊപ്പം നിൽക്കുന്ന സമയത്ത് നമ്മൾ പറയും പോലീസാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. പക്ഷെ ആ പോലീസ് പീഡകർക്കൊപ്പം നിൽക്കുന്ന സ്ഥിതി വരുന്ന സമയത്ത് വേലി തന്നെ വിളവ് തന്നെയാണ് ചെയ്യുന്നത്. ജഡ്ജിമാർ അവരും ഇതേപോലെ തന്നെയാണ്, പീഡകർക്കൊപ്പമാണ് എന്ന് വരുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നമുക്കിത് അപകടകരം എന്ന് പറഞ്ഞിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് അനുഭവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ അത് ഒരു കാലത്തും അളക്കാൻ പറ്റാത്ത അത്രമാത്രം ഭീതിജനവും വേദനാജനകവുമാണ് എന്നുള്ളതാണ്. കാരണം ശാരീരികമായിട്ടുള്ള വേദനയല്ല, അത് മാനസികമായിട്ട് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായതയാണ്. അപ്പം മനുഷ്യനെ ഇത്തരത്തിൽ നിസ്സഹായതയുടെ മുനമ്പിൽ നിർത്തി താഴേക്ക് തള്ളിയിടുക എന്നുള്ളതാണ് കോടതിയും പോലീസും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് വേലി തന്നെ വിളവുന്ന ഒരു പ്രക്രിയയായി മാറിത്തീരുന്നത്. നിയമങ്ങൾ മാറണം, നിയമവ്യവസ്ഥിതി മാറണം. ഒരു മനുഷ്യന്റെ ജീവൻ വേറൊരാൾ എടുക്കുന്നുണ്ടെങ്കിൽ, അയാൾ പ്രതിയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വധശിക്ഷ തന്നെ നൽകണം അല്ലെ സാർ? അത് അങ്ങനെ ഒരു നിയമം വരണ്ടേ? അല്ല, വധശിക്ഷ എന്ന് പറയുന്ന ആധുനിക സമൂഹം ഒഴിവാക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. പല ഘട്ടങ്ങളിലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ പല കേസുകളിലും നമുക്ക് തോന്നുന്നത് വധശിക്ഷ അനിവാര്യമാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പുരോഗമിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ പുരോഗതി എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള നമ്മളുടെ പുരോഗതിയാണ് എങ്കിൽ എല്ലാ മേഖലയിലും ആ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടേ? മനുഷ്യർ മാറണ്ടേ? മനുഷ്യർ പ്രാകൃതരായി തീരുകയും അവർ മനുഷ്യൻ്റെ രക്തം കുടിക്കാനായിട്ട്, മനുഷ്യൻ്റെ മാനം കവർന്നെടുക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ത്രീയുടെ മുണ്ടുരിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെതിരെ പോരാടുക എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള നിയമങ്ങളിലൂടെയും ആ നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നതിലൂടെയും മാത്രമേ. ആ നിയമങ്ങൾ എത്ര തീവ്രമായിട്ട് നടപ്പാക്കാനായിട്ട് പറ്റുമോ
അതാണ് നല്ലത് എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് ഇത്തരം വിധിയും ഇത്തരത്തിലുള്ള കോടതി സമീപനങ്ങളും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.